ശ്രദ്ധയ്ക്ക്, കാണ്ടാശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടെ. ചേട്ടാ, ഇവിടെ നല്ല ബീഫ് എങ്ക കിട്ടും? ബീഫോ? താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റി? It's a beef stall and it's just 5 minutes away from the temple ground where Kerala's biggest festival, Thrissur Puram, happens. സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. അവതാരത്തെയാണ് കാണാൻ പോകുന്നത്. വേറെ ആരുമല്ല, കീർത്തി ഗോവിന്ദസ്വാമി. പുള്ളിക്കാരന്റെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇവർ ഈ ഡോക്യുമെന്ററി വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറ്. എന്തായാലും പുള്ളിക്കാരി ഇച്ചിരി വിഷമാണ്. അത് അവരുടെ ചില വീഡിയോകളെ കാണുമ്പോൾ തന്നെ തോന്നും കീർത്തി ചേച്ചി സംഘികളുടെ PR ആണോ എന്ന്. എന്തോ വലിയ സംഭവം പോലെ ബീഫിന്റെ ഇല്ലാത്ത ചരിത്രം പറയുന്നുണ്ട്. ഇവരിപ്പോ ഈ കണ്ടന്റും കൊണ്ട് വന്നത് എന്തിനാണെന്ന് ചോറ് നിന്ന് ആർക്കും മനസ്സിലാക്കും. കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുന്ന നോർത്ത് ഇന്ത്യൻസിന് അല്ലെങ്കിൽ ക്ഷേത്ര കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയവരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ഗോമാതാവിനെ അറിവ് ചെയ്യുന്നത് പുണ്യസ്ഥലമായിട്ടുള്ള ക്ഷേത്രത്തിനടുത്ത് നിന്നാണല്ലോ എന്ന ചിന്ത അവരിലേക്ക് ഇടണം. ഇപ്പൊ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് ബീഫ് ഇഷ്ടപ്പെട്ടവരുണ്ടാകാം. പക്ഷെ അത് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ, അതും കേരള സ്റ്റോറി 2ന്റെ സിനിമ റിലീസ് ചെയ്ത സമയത്ത് തന്നെ പറയുമ്പോൾ, അത് എവിടേക്കാണെന്ന് വിരൽ ചൂണ്ടുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോറി 2 സത്യമായ കഥയാണെന്ന് ആൾക്കാർ വിശ്വസിക്കും. ഈ കീർത്തി ചേച്ചിക്ക് വേണ്ടതും അത് തന്നെയാണ്. നൈസായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ വിഷയം കുത്തിക്കായി. If you compare to mutton, beef is significantly cheaper in Kerala. തേങ്ങാണ് കിലോന് 400 രൂപേന്റെ അടുത്തുണ്ട്. ബീഫ് കേരളത്തിൽ ചീപ്പറാണ്. ഒലക്കാണ്. ഇത് പരിപാടി എന്താണെന്ന് അറിയോ? കേരളത്തിലുള്ള ഏതൊരു ലോക്കൽ കള്ളി ഷാപ്പിൽ പോയി കുറച്ച് കള്ളങ്ങ് മൂന്തി. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. ബീഫിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട്, ബീഫിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി നേരെ പോയത് എങ്ങോട്ടാണ്? കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അമൃതാണല്ലോ. എന്താ അതങ്ങനെ ഒരു വാണം. എന്തേലും ആവട്ടെ. ഇതൊക്കെ കണ്ട് ഒരുപാട് പേർ നമ്മുടെ കൾച്ചറിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിപ്പിക്കണം. അതിനു വേണ്ടിയല്ലേ കീർത്തി ചേച്ചി ഫ്ലൈറ്റും പിടിച്ചും കൊണ്ട് വന്നത്. ഞാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. തൽക്കാലം ഇത്രയും മതി.